നമ്മളെല്ലാവരും ജീവിതത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവണമെന്നും അല്ലലും അലറ്റലുമില്ലാതെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി മതിയായ രീതിയിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വരുമ്പോൾ മറ്റുള്ളവരോട് പോയി സാമ്പത്തിക ആവശ്യങ്ങൾ ചോദിച്ച് ഒരു കടബാധ്യതയാകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ നമ്മൾ വർഷങ്ങളോളമായി ജോലി ചെയ്തിട്ടും ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും ഒരാവശ്യം വരുമ്പോൾ എത്ര പേർക്ക് മറ്റുള്ളവരുടെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടില്ലാതെ അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും നീഡ്സുകൾ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മളുടെ കൃത്യമായ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും അതനുസരിച്ചുള്ള കൃത്യമായ പ്രവർത്തനവും നമുക്കില്ല എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ ഒട്ടുമിക്ക ജനങ്ങൾക്കും എപ്പോഴും ഓരോ പ്രതിസന്ധികൾക്ക് മുന്നിൽ ആവശ്യങ്ങൾക്ക് മുന്നിൽ കടബാധിതനായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ചും ഗ്രാജ്വലി നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റുന്ന ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന, ഗവൺമെൻറ് സബ്സിഡി നൽകുന്ന, ഒരു പക്ഷേ ഇത്ര കാലം നമ്മുടെ മുന്നിലുണ്ടായിട്ട് പോലും നമ്മൾ അറിയാതെ പോയ ഒരു വസ്തുതയെക്കുറിച്ച് കൃത്യമായി നിങ്ങളോട് പറഞ്ഞു തന്ന് നിങ്ങളുടെ ഭാവി ജീവിതത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്തിലേക്കുള്ള ഒരു അവസരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 5 കോടിയോളം രൂപ നിങ്ങൾക്ക് റിട്ടേൺസ് ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ കാര്യമല്ല, വലിയ എമൗണ്ടാണ് കേൾക്കുമ്പോൾ. ഒരു പക്ഷേ തമാശയായിട്ടൊക്കെ തോന്നാം. ഇൻഷാ അല്ലാഹ് അല്പം നേരം ശ്രദ്ധിച്ചിരുന്ന അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വിവരിക്കാൻ പോവാണ്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായ ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്താൽ തന്നെ ഇതെങ്ങനെയാണ് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നത് എന്നും എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അറിയാതെ പോയ ഒരു വസ്തുത എന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരെ അതിലേക്ക് കടക്കുകയാണ്. കമ്പനിയുടെ പേര് റിയലോവെസ്റ്റ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നിലവിൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാനിത് അവതരിപ്പിക്കുന്നത്. കമ്പനി നിങ്ങളുമായി സംവദിക്കുന്ന വിഷയം, ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ആശയം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റാണ്. നമുക്കറിയാം, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ ലോകത്ത് ഇത്രയധികം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെയധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ഇന്ന് ലോകത്ത് തന്നെ സമ്പന്നന്മാരായിട്ടുള്ള ബഹുഭൂരിഭാഗവും സമ്പന്നന്മാരിൽ അവരുടെ കോർ ബിസിനസ്സിനോടൊപ്പം ഈ റിയൽ എസ്റ്റേറ്റ് മേഖല കൂടി കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇവരെല്ലാം വളരെയധികമുള്ള സാമ്പത്തിക അവസ്ഥയിലേക്ക് കുതിച്ചു പൊങ്ങാൻ അവർക്ക് കഴിയും. ഞാൻ പറഞ്ഞത്, ലോകത്ത് സാമ്പത്തികമായി ഡെവലപ്പായ മുഴുവൻ ആൾക്കാരുടെയും അവരുടെ കോർ ബിസിനസ്സിനോടൊപ്പം അവർ മെയിനായിട്ട് കൊണ്ടുപോയ മറ്റൊരു ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയെയും പ്ലാന്റേഷൻ പ്രൊജക്റ്റിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കൃഷിയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നമുക്കറിയാം, കേരളത്തിൽ ഏകദേശം 3.5 കോടി ജനങ്ങൾ ജീവിക്കുന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഭൂമി കേവലം 12 ലക്ഷം ഏക്കർ ഭൂമി മാത്രമേ കേരളത്തിലുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പുഴയായിട്ടും സർക്കാർ ഭൂമിയായും വനഭൂമിയായും അങ്ങനെ പോകുന്നു. അതിനാൽ തന്നെ വരും നാളുകളിൽ, പണ്ട് കാലത്തൊക്കെ തന്നെ നമുക്ക് ഏക്കർ കണക്കിനും കൂടുതൽ സെൻറ്റ് വാങ്ങിയിട്ടൊക്കെയാണ് വീടും ഒക്കെ നമ്മൾ വെച്ചിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി 5 സെൻറ്റും 10 സെൻറ്റിലേക്കും കേരളത്തിൽ വരെ ഇന്ന് റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ പർപ്പസിന് വരെ ഇന്ന് സ്ക്വയർ ഫീറ്റിന് വാങ്ങുന്നൊരവസ്ഥയിലേക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ കേരളത്തിൻ്റെ മണ്ണിൽ ഭൂമി അധികം ആരുടെ കയ്യിലുണ്ട്, അവർക്കായിരിക്കും വരും നാളുകളിൽ വളരെയധികം ഡിമാൻഡുള്ള, ഒരു വാല്യുള്ള ഒരു വ്യക്തിയായി മാറുന്ന ഒരു സാമ്പത്തിക ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളത്തിൻ്റെ എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച്. റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായൊരു മേഖലയാണ്. അല്ലാതെ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. ആ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കമ്പനി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് സൂട്ടബിളായ സ്ഥലം, നമ്മുടെ കൃഷിക്ക് ആവശ്യമായ സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് ആ സ്ഥലത്ത് വാല്യുബിളായിട്ടുള്ള സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബിസിനസ് ആശയത്തെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ഥലമെടുത്തുകൊണ്ട് വാല്യുബിളായിട്ടുള്ള ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ദി റോയൽ ട്രീ എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സാന്റാലം ആൽബം എന്നുള്ള ബയോളജിക്കൽ നെയിമുള്ള വൈറ്റ്
സാൻഡൽവുഡാണ്, ചന്ദന മരമാണ് നമ്മൾ പ്ലാന്റേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 6 മാസം മുമ്പ് നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഓൾറെഡി പാലക്കാട് ജില്ലയിൽ പ്ലാന്റേഷൻ കമ്പനി തുടക്കം കുറിച്ചു. ഈ മരത്തെക്കുറിച്ച് നിലവിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമോ? ഈ ചന്ദന മരത്തെക്കുറിച്ചിട്ട് അറിയോ? അപ്പോൾ ഇന്നൊരു കാര്യം മനസ്സിലാക്കാം, ഇത് കളവ് പോകാൻ സാധ്യതയുള്ള വിലയുള്ള മരമാണെന്നുള്ള ഒരു അറിവുണ്ട്. ചാച്ചക്ക് എന്തെങ്കിലും അറിവുണ്ടോ ചന്ദനത്തെക്കുറിച്ച്? മറ്റെന്തെങ്കിലും ഇതിൽ നിന്ന് അത്ര ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സാൻഡൽവുഡ് ഓയിലിന് വേണ്ടി ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കോമൺ ആയിട്ട് ഇത് വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ളത് അറിയാം അല്ലേ? അതുപോലെ തന്നെ കളവിനുള്ള സാധ്യത. ഓക്കെ, ഈ ഒരു മരമാണ് നമ്മൾ എന്താണെങ്കിലും കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മരം നമ്മുടെ നാടിൻ്റെ മരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1792 കാലയളവിൽ ടിപ്പു സുൽത്താൻ ഈ രാജ്യം ഭരിച്ചിരുന്ന സമയത്താണ് ഇതിന് റോയൽ ട്രീ എന്നുള്ള പരിവേഷം കൊടുക്കുന്നത്. ഓക്കെ, അന്ന് മുതൽ ഈ മരത്തിൻ്റെ ഗുണവും നിലവാരവും ഡിമാൻഡും വാല്യൂ എല്ലാം മനസ്സിലാക്കിയ അദ്ദേഹം അതിന് ഒരു രാജകീയ പരിവേഷം കൊടുത്തു. ഇത് ഉപയോഗിക്കാനും ഇത് വിൽക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ തന്നെ രാജകീയ പദവിയിലുള്ളവർക്ക് മാത്രമേ അനുവദിക്കൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമായി. ഈ ഒരു നിയമം പിന്നീട് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷവും ഇന്ത്യൻ സർക്കാർ വന്നതിന് ശേഷവും എല്ലാം അതേ രീതിയിൽ തുടർന്നു. 2002 വരെ 2002 വരെ നമ്മളെ വീട്ടിലാണ് ഒരു മരമെങ്കിൽ പോലും അത് മുറിക്കുവാനോ വിൽക്കുവാനോ അതിൻ്റെ ഉപയോഗം എടുക്കുവാനോ ഉള്ള ഒരു അധികാരമോ അർഹതയോ നിയമപ്രകാരം 2002 വരെ നമുക്ക് ഉണ്ടായിരുന്നില്ല. പഴയ ആൾക്കാരോടൊക്കെ ഒരു പക്ഷേ ചോദിച്ചാൽ അറിയാമായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വ്യാപകമായി നമ്മളെ പറമ്പുകളിലൊക്കെ തന്നെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ മരം സർവ്വസാധാരണമായി നമുക്ക് കാണാനോ കിട്ടാനോ കഴിയാറില്ല. അഥവാ എവിടെയെങ്കിലും ഉണ്ടായാൽ തന്നെ നേരത്തെ ഷുഹൈബ് പറഞ്ഞ പോലെ അതെന്താവും, അതങ്ങോട്ട് കട്ടുപോവുകയും ചെയ്യും. ക്ലിയർ? 2002 ഗവൺമെൻറ് വനവൽക്കരണത്തിൻ്റെ ഭാഗമായും ഇത് ഒരു അഗ്രോ ഫോറസ്ട്രി മരമാണ്, വനമരമാണ്, അഗ്രികൾച്ചർ മരമല്ല. ഇതൊരു അഗ്രോ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വനവൽക്കരണം രാജ്യത്ത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായും രാജ്യത്തിലെ ജനങ്ങളുടെയും രാജ്യത്തിൻ്റെ സർക്കാരിൻ്റെയും റവന്യൂവിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ ഭാഗമായി സർക്കാർ 2002 നിയമത്തിൽ വലിയൊരു ഭേദഗതി വരുത്തുകയുണ്ടായി. 2002 വരെ ഈ മരം പൂർണ്ണമായും സർക്കാരിൽ മാത്രമാണ് അതിൻ്റെ എല്ലാ വിനിയോഗവും നിലനിന്നിരുന്നെങ്കിൽ നമ്മുടെ സ്വന്തം പ്ലോട്ടിൽ നിന്നാണെങ്കിൽ പോലും 2002 മാറ്റം വരുത്തിക്കൊണ്ട് സർക്കാർ പറഞ്ഞു അവരവരുടെ പറമ്പിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്കത് കൃഷി ചെയ്യാം. 70% അത് വിറ്റ് കിട്ടുന്ന തുകയിൽ നിന്ന് 70% തുക നിങ്ങൾക്കും 30% തുക സർക്കാരിനും. എന്താ വെച്ചാൽ ഇത് സർക്കാരിൻ്റെ മരമാണ്. ക്ലിയർ? പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് മുറിക്കാനുള്ള അധികാരമില്ല, വിൽക്കുവാനുള്ള അധികാരമില്ല. എല്ലാം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റായ ഫോറസ്റ്റിലൂടെ നിങ്ങൾക്കെല്ലാം അത് ചെയ്തു തരും. ഒരു കാരണവശാലും നിങ്ങൾ മുറിക്കുകയോ വിൽക്കുകയോ ചെയ്യരുത്. ഇന്ത്യയിൽ നിന്ന് ഇത് കയറ്റുമതി ചെയ്യാൻ പോലും ഇപ്പോഴും നിയമം അനുവദനീയമല്ല. ഈ 3 നിയമവും അങ്ങനെ തന്നെയാണ്. ശേഷം 2012 നിയമത്തിൽ വലിയൊരു മാറ്റം കൂടി വന്നു. വലിയൊരു മാറ്റമായിരുന്നു. ആ നിയമത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പ്രൈവറ്റ് പാർട്ടികളുടെ ഭൂമിയിൽ നിന്നുള്ള ചന്ദന മരം വിറ്റുകിട്ടുന്ന തുകയുടെ മുഴുവൻ തുകയും അതിൻ്റെ സർവീസ് ചാർജും അതിൻ്റെ പ്രോസസ്സിങ് ചാർജൊക്കെ കഴിച്ച് മുഴുവൻ തുകയും ഏകദേശം 2% അതിൻ്റെ തുക ചാർജ് വരിക. അത് കഴിച്ച് ബാക്കി 98%, അങ്ങനെയല്ല സർക്കാർ പറയണത്, മുഴുവൻ തുകയും പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കുന്ന രീതിയിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി എന്നുള്ളതാണ് 2012 മുതലുള്ള ചന്ദനവുമായി ബന്ധപ്പെട്ടുള്ള നിയമം. ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 സാൻഡൽവുഡ് ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 സാൻഡൽവുഡ് കിടക്കുന്നത് കേരളത്തിൻ്റെതാണ്. മാത്രമല്ല, ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും സാൻഡൽവുഡിൻ്റെ ഒരു ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, സ്വാഭാവികമായൊരു ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മറയൂർ മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മധ്യപ്രദേശ് തുടങ്ങുന്ന 13 സംസ്ഥാനങ്ങളിൽ സാൻഡൽവുഡ് ഉണ്ട്. ഇവിടെയെല്ലാം ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റുകളാണ്, വെച്ച് പിടിപ്പിച്ചതാണ്. ലോകത്ത് തന്നെ മലേഷ്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ചൈന, ശ്രീലങ്ക തുടങ്ങുന്ന ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പല രാജ്യങ്ങളുമുണ്ട്. അവിടെയും ഈ സാധനത്തിൻ്റെ സീഡ് കൊണ്ടുപോയി എത്രത്തോളം എന്ന് വെച്ചാൽ, ഏത് സീഡാണെന്നറിയോ? ലോകത്തിലെ നമ്പർ 1 സാൻഡൽവുഡായ കേരളത്തിൻ്റെ സാൻഡൽവുഡിൻ്റെ സീഡ് കൊണ്ടുപോയിട്ടാണ് പല രാജ്യങ്ങളിലും ഇന്ന് അതിൻ്റെ പ്ലാന്റേഷൻ നടക്കുന്നത്. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് വരെ മറയൂരിൽ നിന്ന്, ഇവിടെയാണ് മറയൂർ മാത്രമാണ് ഇതിൻ്റെ
സ്വാഭാവികമായ പ്ലാന്റേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏകദേശം 100 വർഷത്തിലേറെ പഴക്കമുള്ള മുത്തശ്ശി മരങ്ങൾ ഉൾപ്പെടെ ഏകദേശം 50,000-60,000-ത്തിലേറെയുള്ള മരങ്ങൾ കേരള സർക്കാരിന് അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന് ഏകദേശം 5,000-6,000 കോടി രൂപയുടെ അസറ്റ് റിസോഴ്സ് അവിടെ ഉണ്ട്. അതിൽ നിന്നുള്ള സീഡ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോഴും പ്ലാന്റേഷൻ നടക്കുന്നു. അതും മറയൂരിൻ്റെ സീഡ് തന്നെ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട്, കേരളത്തിൻ്റെ ചന്ദന മരം വേണമെന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് മറയൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ദക്ഷിണാഫ്രിക്കയിലുള്ള രാജ്യമായ മൗറിഷ്യയിൽ നിന്ന് ഏതാനും വ്യക്തികൾ വന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ചില വ്യക്തികൾ അവിടെ വന്ന് 1000 കിലോ സീഡ്, മനസ്സിലാക്കണം എത്ര കിലോ, 1000 കിലോ സീഡ് മറയൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് അവിടെ തന്നെ മറയൂർ ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ പ്ലാന്റേഷൻ നടത്തുന്ന ഒരു പ്രഭാകർ എന്ന് പറഞ്ഞൊരു കൃഷിക്കാരനുണ്ട്. അദ്ദേഹത്തിന് വിസയും ടിക്കറ്റ് എല്ലാം എടുത്ത് 1000 കിലോ സീഡും ഈ കൃഷിക്കാരനെയും കൂടി കൂട്ടി എവിടെ കൊണ്ടുപോയി? ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ മൗറിഷ്യയിലേക്ക്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ചില ചാനലൊക്കെ വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് അത്ര അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യക്കാരുമുള്ള ഡിമാൻഡുള്ള സാധനമാണ് കേരളത്തിൻ്റെ സാൻഡൽവുഡ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാൻഡൽവുഡുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയ ചില വാർത്തകളാണ്. 2002, 2012 കഴിഞ്ഞുപോയി. ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 2024 ഫെബ്രുവരി ബജറ്റുമായി ധനമന്ത്രി അനൗൺസ് ചെയ്ത ചില കാര്യങ്ങൾ. ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമെന്നും നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തുമെന്നും ധനമന്ത്രി പറയുകയുണ്ടായി. മാത്രവുമല്ല, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സബ്സിഡി കൊടുക്കുന്നതിന് വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപ ബജറ്റിൽ വകമാറ്റി വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ബജറ്റിലൂടെ അനൗൺസ് ചെയ്യുകയുണ്ടായി. ഫെബ്രുവരി ബജറ്റാട്ടോ, നിങ്ങൾക്ക് ഇപ്പോഴും സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ആ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ 50% തുക നിങ്ങൾക്ക് മുൻകൂറായി നൽകും. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ചന്ദന മരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ മാത്രമേ ഇത് വിൽക്കാൻ കഴിയുള്ളൂ. ഇത് വിറ്റുപോകുന്ന ഈ തുക ട്രഷറി വഴി നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരികയാണ് പതിവ്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ലേലം നടക്കുന്നത്. ഈ ലേലത്തിൽ വെച്ച് വിറ്റുപോകുന്ന തുക ട്രഷറി വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ പലപ്പോഴും നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്ന ചന്ദനം കൊണ്ടുപോയി 3-4 മാസം വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്ന ചന്ദനത്തെ മാത്രം വെച്ച് ലേലം ചെയ്യല്ല അവിടെ നടക്കുന്നത്. മറിച്ച് അതുവരെ കളക്ട് ചെയ്യപ്പെടുന്ന പ്രൈവറ്റ് പാർട്ടികളുടെ ഭൂമിയിൽ നിന്നും സർക്കാരിൻ്റെ ഭൂമിയിൽ നിന്നൊക്കെ കളക്ട് ചെയ്യപ്പെടുന്ന ചന്ദനത്തെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് ഒരു ലാട്ടാക്കിക്കൊണ്ടാണ് ചന്ദനം ലേലത്തിൽ പോവുകയുള്ളൂ. അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ അത് മാക്സിമം കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വർഷത്തിൽ 2 പ്രാവശ്യം. അതുകൊണ്ട് തന്നെ നമുക്കിത് വിറ്റ് പോകുന്നത് വരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം. എന്നാൽ 2024 ബജറ്റിലുള്ള മറ്റൊരു തീരുമാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% തുക മുൻകൂറായി നൽകും. നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? 50% തുക നിങ്ങൾക്ക് നൽകും. ബാക്കി തുകയ്ക്ക് മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ? നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ശേഖരണ കേന്ദ്രങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് സർക്കാർ അനൗൺസ് ചെയ്തു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിൽ നിന്നും പ്രൈവറ്റ് പാർട്ടി പ്രോപ്പർട്ടി എന്നാവട്ടെ ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്നാവട്ടെ ചന്ദനം മുറിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുന്നത് ഒരേ ഒരു ഡിപ്പോയിലേക്കാണ് ഇന്ന് കേരളത്തിൽ. അത് ഇടുക്കി ജില്ലയിലെ ഈ മറയൂർ ഡിപ്പോയിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായി വരുന്ന കാലതാമസം, കൂടുതൽ എക്സ്പെൻസ് ഒക്കെ കുറക്കുന്നതിന് വേണ്ടി സർക്കാർ എന്ന് പറഞ്ഞു കൂടുതൽ ശേഖരണ കേന്ദ്രങ്ങൾ നടപ്പിൽ വരുത്തുമെന്നും ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞില്ല. അതിനുശേഷം ഉണ്ടായ ചില വാർത്തകളാണ് സ്വകാര്യ ഭൂമിയിൽ ചന്ദനമരം മുറിക്കാൻ അനുമതി നൽകും, അതേപോലെ തന്നെ സബ്സിഡി നൽകും, 15 വർഷം കഴിഞ്ഞാൽ മുറിക്കാം. കഴിഞ്ഞ ജൂൺ മാസം വരെയായിരുന്നു അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി. എന്ത് അപേക്ഷയെന്നറിയോ? നിങ്ങളെ വളപ്പിൽ ചന്ദനത്തിൻ്റെ കൃഷി ഉണ്ടെങ്കിൽ ഒരു മരത്തിന് ഇത്ര രൂപ വെച്ചിട്ട് സർക്കാർ എന്ത് ചെയ്യും? സബ്സിഡിയായി ആർക്ക് നൽകും? നമുക്ക് നൽകും. അത്ര അധികം പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ഈ വാർത്തകളൊക്കെ ഉണ്ടായിട്ടും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മളിത് ചർച്ച ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇന്ത്യൻ മരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള മരമാണ് ചന്ദന മരം. അതിനെ സൂചിപ്പിക്കുന്ന ചില വാർത്തകളാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാം, മരം എന്ന് പറയുന്നത് അതിൻ്റെ മെഷർമെൻറ്റ് കണക്കൂട്ടുന്നത് കുബിക്കലാണല്ലോ. നിങ്ങളൊക്കെ വീടിൻ്റെ പണിക്ക് 100 കുബി പ്ലാവ് 10 കുബി തേക്കൊക്കെ എടുത്തിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. കുബിക്കലാണ് അത് കണക്കൂട്ടുക. എന്നാൽ സാൻഡൽവുഡ് കണക്കൂട്ടുന്നത് പെർ kgയിലാണ്. അപ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം അതിൻ്റെ വാല്യൂ എത്ര മാത്രമാണെന്ന്. 1 കിലോ ചന്ദനമരത്തിന് എന്ത് വില എന്നുള്ള രീതിയിലാണ് ഇതിനെ കണക്കൂട്ടുന്നത്. കഴിഞ്ഞ 2023 ലേലത്തിൽ പ്രൈവറ്റ് പാർട്ടിയുടെ ഭൂമിയിൽ നിന്ന് ഒരു മരം വിറ്റുപോയത്, മനസ്സിലാക്കണം, ഒരു മരം വിറ്റുപോയത്
1.25 കോടി രൂപയ്ക്കാണ്. തരക്കേടില്ലാത്ത ഒരു വോളിയുമുള്ള മരമായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഗൂഗിളിലൊക്കെ പരിശോധിച്ചാൽ മതി സാൻഡൽ വുഡിൻ്റെ, ഹാർഡ് വുഡിൻ്റെ വില എന്താണെന്നുള്ളത്. നമുക്കറിയാം, മരം എന്ന് പറയുമ്പോൾ വെള്ള, കാതൽ, വേര്, ഇങ്ങനെയൊക്കെയുള്ള പല പാർട്ടുകളുണ്ട്. ഇതിൻ്റെ കാതലിനാണ് ഏറ്റവും വാല്യൂ ഉള്ളത്. ഈ കാതലിന് എന്ത് വിലയാണെന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 15,000 മുതൽ 20,000 രൂപ വരെ. വേറൊരു സൈറ്റിൽ നോക്കി കഴിഞ്ഞാലും പറ്റും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാൻഡൽ വുഡാണെങ്കിൽ 15,000 മുതൽ 30,000 രൂപ വരെ. അതേപോലെ തന്നെ മറ്റൊരു വാർത്തയാണ്, 4 മരങ്ങൾ വിറ്റപ്പോൾ ഒരു സഹോദരിക്ക് 32 ലക്ഷം രൂപ ലഭിച്ചു. അതേപോലെ തന്നെ മറ്റൊരു സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പറ്റും 26,500 രൂപ പെർ kg. ഇങ്ങനെ തുടങ്ങി 15,000 മുതൽ 30,000 രൂപ വരെയാണ് പെർ kg ഇതിൻ്റെ വില എന്നുള്ളത് നമുക്ക് സൈറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. 1 കിലോൻ്റെ വിലയാണ് പറയുന്നത്. അതൊക്കെ ഇതിൻ്റെ മറ്റൊരു ചില പ്രത്യേകതയാണ് പണം കായ്ക്കുന്ന മരം. നമ്മൾ പറയാറുണ്ടല്ലോ, സംസാരിക്കേണ്ടതല്ലേ, ഇങ്ങനെ വലിയ വർത്താനം എന്ന് പറയണ്ട, കായിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ വീട്ടിൽ പണം കായ്ക്കണ മരമൊന്നുമില്ലാന്ന് സംസാരത്തിൽ നമ്മൾ പറയുന്ന കാര്യമാണ്. ഇതിനെ പൂർണ്ണമായും അർത്ഥവത്താക്കിയിട്ടുള്ള വാർത്തയായിരുന്നു. അപ്പം അങ്ങനെ പറയാൻ വരട്ടെ, പണം കായ്ക്കുന്ന മരം നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ചന്ദന മരം. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇലയൊഴിച്ച് മുഴുവൻ സാധനവും വാല്യൂബിൾ ആണ്. മുഴുവൻ സാധനവും സർക്കാർ വന്ന് കൊണ്ടുപോകും. സർക്കാർ വന്ന് അങ്ങോട്ട് മുറിച്ചു കൊണ്ടുപോകല്ല ചെയ്യണത്, മറിച്ച് കടയോടെ വേരോടെ പിഴുതെടുത്ത് കൊണ്ടുപോകുന്നു. കാരണം അതിൻ്റെ വേരിനും വിലയുണ്ട്, കാതലിനും വിലയുണ്ട്, വെള്ളക്കും വിലയുണ്ട്, ചെത്തുപോളിനും വിലയുണ്ട്. ഇത് അറക്കണ സമയത്തുള്ള അറക്കപ്പൊടി ഉണ്ടല്ലോ, അറക്കപ്പൊടിക്ക് വരെ സോഡസ്റ്റ് കത്തിക്കാൻ പോലും ഉപയോഗിക്കാത്തതാണ് ഒരു മരത്തിൻ്റെ സ്വാഭാവികമായിട്ട് വരുന്നതിൻ്റെ തൊലി. ഈ തൊലിക്ക് പോലും ചന്ദനത്തിൻ്റെ ആണെങ്കിൽ എന്തുണ്ട്, പെർ kg ഇത്ര രൂപ എന്നുള്ളതൊക്കെ വിലയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൂർണ്ണമായും അതിൻ്റെ ഇലയൊഴിച്ച് ഇന്ന് ഇല പ്രൈവറ്റ് സെക്ടറിൽ ആയുർവേദ, ഔഷധ, കോസ്മെറ്റിക്സിന് വേണ്ടി ഇന്ന് പ്രൈവറ്റ് സെക്ടറിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ഇപ്പോൾ ഈ സ്ലാബിൽ കാണിച്ചതുപോലെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറയൂർ ഡിവിഷനിൽ ഇങ്ങനെ ഒരു സ്ലാബ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 15 സ്ലാബുകളാക്കിക്കൊണ്ട് നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്ന മരത്തെ അതിൻ്റെ ഇലയൊഴിച്ച് A to Z സാധനങ്ങൾ എന്ത് ചെയ്യും, സർക്കാർ തൂക്കി കണക്കാക്കി വില നിശ്ചയിച്ച് ലേലത്തിൽ വിറ്റ് നമുക്ക് ആ അക്കൗണ്ട് വഴി ക്യാഷ് നൽകുന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇതിൻ്റെ പ്ലാന്റേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കി നോക്കിയേ. ഇതിലിപ്പോൾ കർണാടകയും തമിഴ്നാടൊക്കെ വളരെയധികം കുറേയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മണ്ണും കാലാവസ്ഥയും പ്രകൃതി തന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു അനുകൂലമാണെന്ന്. മറയൂരിൻ്റെ മണ്ണിൽ മാത്രമേ സ്വാഭാവികമായ ഫോറസ്റ്റ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ആരും വെച്ചു പിടിപ്പിച്ചതല്ല, ദൈവികമായി പ്രാപഞ്ചികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിലൂടെ തന്നെ ദൈവം പടച്ചവനിലൂടെ കാണിച്ചു തരികയാണ് ഈ മണ്ണ് ഇതിന് അനുകൂലമാണ് കേട്ടോ. ഞങ്ങൾ ഈ മേഖലയെക്കുറിച്ച് പഠിക്കാനും വേണ്ടി ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ 45 വർഷത്തെ ഇതിൻ്റെ വില നിലവാരത്തെക്കുറിച്ച് ഞങ്ങളൊന്ന് പരിശോധിക്കേണ്ടായി. 1979 350 രൂപ ഉണ്ടായിരുന്ന ഈ മരത്തിൻ്റെ വില 2024 ആയപ്പോഴേക്കും 23,000 രൂപയിലേക്ക് അത് കുതിച്ചു പൊങ്ങി എന്നുള്ളതാണ്. ഒരു പക്ഷേ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നതിനേക്കാളും വേഗത്തിൽ സർക്കാരിൻ്റെ തന്നെ റിപ്പോർട്ടുകളിലൂടെ, സൈറ്റുകളിലൂടെ പറയുന്നു എല്ലാ വർഷവും നിലവിലുള്ള വിലയുടെ 20 മുതൽ 25% വെച്ച് ഇതിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗ്രാഫ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, എല്ലാ 15 കൊല്ലം കൂടുമ്പോഴും നിലവിലുള്ള വിലയുടെ 5 ഇരട്ടി വീതം വർദ്ധിക്കുന്നതായിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ എല്ലാ നിലയിലും ഇതിൻ്റെ വില വർദ്ധിക്കുക എന്നല്ലാതെ അങ്ങോട്ട് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ഡിമാൻഡ് എന്ന് നോക്കി കഴിഞ്ഞാലോ, ഇന്ത്യൻ മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും ഇതിൻ്റെ ഡിമാൻഡ് എന്നുള്ള പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഏവറേജ് 5,000-6,000 മെട്രിക് ടൺ ചന്ദനം ഇന്ത്യക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള 10-13 സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പ്ലാന്റേഷൻ ചെയ്തിട്ട് പോലും ആവശ്യമായതിൻ്റെ 10-1 പോലും പ്രൊഡക്ഷൻ ഇല്ല. 400 മെട്രിക് ടൺ മാത്രം. വേൾഡ് മാർക്കറ്റിലാണെങ്കിൽ 20,000 മെട്രിക് ടൺ ചന്ദനം ആവശ്യമുള്ളിടത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ കേവലം 5,000 മെട്രിക് ടൺ ചന്ദനം മാത്രമേ ആവശ്യമായി നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും ഇതിൻ്റെ ഡിമാൻഡ് നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഡിമാൻഡ് വാല്യൂ ഉള്ള സാധനമാണെങ്കിൽ ഇതിനെ ഒന്ന് പ്ലാന്റേഷൻ ചെയ്യണ കാര്യമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമല്ലോ. നമ്മുടെ നാട്ടിലെ മരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്തു നോക്കിയാൽ ചെയ്തു നോക്കാമല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊക്കെ പണ്ടത്തെ പോലെയല്ലല്ലോ. പണ്ടൊക്കെ നമുക്ക് മാമ്പഴം, നാളികേരം ഇവയൊക്കെ നമുക്കൊന്ന് അതിൻ്റെ വിത്ത് പാകി ഉപയോഗിക്കണമെങ്കിൽ ഒരു 5-10 കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? ഇപ്പോൾ എത്ര കൊല്ലം വെയിറ്റ് ചെയ്യണം? ഒരു മാമ്പഴത്തിൻ്റെ തൈ വെച്ചാൽ കൂടിയാൽ 1 വർഷം 2 വർഷം, നാളികേരം കിട്ടണമെങ്കിൽ കൂടിയാൽ 3 വർഷം. അത്രയും സയൻറ്റിഫിക്കലി അഗ്രികൾച്ചർ മേഖല പുരോഗതി പ്രാപിച്ചു. ഇതേ രീതിയിലുള്ള ഒരു ശാസ്ത്രീയമായ പഠന റിപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് ആൻഡ് സയൻസ് ടെക്നോളജി IWST
സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കർണാടകയിലെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ സയൻറ്റിഫിക്കായ പഠനം അവർ നടത്തിയിട്ടുണ്ട്. ഇവർ പറയുന്നു സാധാരണ രീതിയിൽ ടിപ്പിക്കൽ ലെവലിൽ ഇതിനെ പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർഷങ്ങളെടുക്കും നമുക്കൊരു ലാഭകരമായ രീതിയിൽ ഇത് വളർന്നു കിട്ടണമെങ്കിൽ. എന്നാൽ അവർ പറയുന്ന രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലാണ് വളർത്തിയതെങ്കിൽ 12 മുതൽ 15 കൊല്ലം കൊണ്ട് ആദായകരമായ ഒരു പ്ലാന്റേഷൻ പീരീഡ് നമുക്ക് പൂർത്തീകരിക്കാമെന്നാണ്. അവർ പറയുന്നു ഇത് ഒരു സെമി പാരസൈറ്റുള്ള പ്ലാന്റ് ആണ്. നമ്മളൊക്കെ സാധാരണ മരങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഇടപെട്ട് നമ്മൾ കുഴിച്ചു പോകും, നട്ടുപോകും. പക്ഷേ ഇത് ഒറ്റയ്ക്ക് നട്ട് കഴിഞ്ഞാൽ അത് വളരില്ല. ഇത് സെമി പാരസൈറ്റുള്ള പ്ലാന്റ് ആണ്. അത് നടുന്നതോടൊപ്പം അതിനോട് ചേർത്തി ഒരു ഹോസ്റ്റ് പ്ലാന്റും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, നട്ടുപോകണം. കാരണം ഇത് സെമി പാരസൈറ്റുള്ള പ്ലാന്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്ത് നടുന്ന ഈ ഹോസ്റ്റ് പ്ലാന്റും ഇതിൻ്റെ ഈ ചന്ദനമരത്തിൻ്റെ പ്ലാന്റ്സിന് റൂട്ടുകൾ തമ്മിലുള്ള ഒരു ഹോസ്റ്റോറിക്കൽ കണക്ഷനിലൂടെ ഉണ്ടാക്കി വരുന്ന ആ റൂട്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ വെള്ളവും വളവും ലവണങ്ങളെല്ലാം വലിച്ചെടുത്തുകൊണ്ട് വളരുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അവർ ശാസ്ത്രീയമായ രീതിയിൽ പറയുന്നു. അതിൽ തന്നെ 1-ാം ഘട്ടത്തിൽ ചീര പയറുവർഗ്ഗത്തിൽപ്പെട്ടത്, 2-ാം ഘട്ടത്തിൽ ഇത്ര അകലത്തിൽ ഇന്നത്, 3-ാം ഘട്ടത്തിൽ ഇത്ര അകലത്തിൽ ഇന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഹോസ്റ്റ് പ്ലാന്റ് ഏകദേശം 100ഓളം തരത്തിലുള്ള ഹോസ്റ്റ് പ്ലാന്റുകളെ കുറിച്ച് വരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് ആൻഡ് സയൻസ് ടെക്നോളജി പറഞ്ഞുകൊണ്ട് കൃത്യമായി ഇതിൻ്റെ ഒരു പ്ലാന്റേഷൻ ടെക്നിക്ക് കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നു ഏകദേശം 15 കൊല്ലം പ്രായമെത്തിയ ചന്ദനം 200 കിലോ ഉണ്ടാകുമെന്നും അതിലൊരു 10% നമുക്ക് കാതൽ പ്രതീക്ഷിക്കാമെന്നും അവർ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും എല്ലാം അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ സൈറ്റ് നിങ്ങൾക്ക് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യാവുന്നതാണ്. ചന്ദനമരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില യുണീക്ക്നെസ്സുകളാണ്. ഒന്ന്, ഹൈ റിട്ടേൺ ആണ്, മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്, ഹൈ ഡിമാൻഡാണ്. ചുരുങ്ങിയ കാലാവധിക്കുള്ളിൽ നമുക്കിതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ചന്ദനത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ രീതിയിൽ ചെയ്തു വരികയാണെങ്കിൽ 12 മുതൽ 15 കൊല്ലം വരെ. മറ്റൊരു പ്രത്യേകതയാണ് കേരളത്തിൻ്റെ സ്വന്തം അസറ്റ് റിസോഴ്സാണ് ചന്ദനം. വേറെ എവിടെ നിന്ന് കൊണ്ടുവന്നതല്ല, കേരളത്തിൻ്റെ സ്വന്തം സാധനം. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? കേരളക്കാരായ ഈ ഇരിക്കുന്നവരുൾപ്പെടെ കേരളത്തിലെ 98% പേർക്കും ഈ ചന്ദനത്തെ ഒന്ന് തൊടാനോ ആ ചന്ദനത്തിൻ്റെ മാസ്മരികമായ സ്മെല്ല്, വാസന ഒന്ന് ആസ്വദിക്കാനോ പോലും ഭാഗ്യം ലഭിക്കാത്തവരാണ് കേരളത്തിലെ 98% പേരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിലേ ഇത്രയും നല്ലൊരു സാധനം നമ്മൾ പ്ലാൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് ആൻഡ് സയൻസ് ടെക്നോളജി നിന്ന് നമ്മളതൊക്കെ പഠിച്ച് ഇത് പ്ലാന്റേഷൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു പ്രോബ്ലമാണ് എന്ത്? ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ഇതിന് കളവ്. അതാണ് നേരത്തെ ഫസ്റ്റിൽ തന്നെ ഷോയിബ് ഭായി പറഞ്ഞത്. എന്ത്? ചന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെവിടെ പോയത്? കളവ്. ശരിയാണ്, ഇത് സാധനം കളവ് പോകുന്ന മരമാണ്. നമ്മളൊക്കെ വീരപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? വീരപ്പനൊക്കെ നമ്മളൊക്കെ എങ്ങനെ അറിഞ്ഞത്? ശരിക്ക് വീരപ്പൻ പര്യായം ചന്ദനം എന്ന രീതിയിലേക്കാണ് ഞാൻ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളത്. അപ്പോൾ പഴയ കാലത്തെ വീരപ്പൻ്റെ പിൻഗാമികളും പുതിയ പുഷ്പ ഫിലിമിലൂടെയൊക്കെ തന്നെ ചന്ദനം എങ്ങനെ കളക്കാം, എങ്ങനെ കള്ളക്കടത്ത് നടത്താം എന്നുള്ള പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പുതിയ ലോകത്ത് കൃത്യമായി നമ്മൾ ഇതിൻ്റെ കൃഷി നടത്തുന്നുണ്ടെങ്കിൽ ഈ വെല്ലുവിളിയെ കൂടി അതിജീവിക്കുന്ന രീതിയിൽ, പരിഹരിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താവില്ല, ചന്ദനം പ്ലാന്റ് ചെയ്ത് ഇങ്ങനെ ഒരു മരമായി വന്ന് നമ്മൾ വല്ല കല്യാണത്തിന് പോയ സമയത്തോ നല്ല മഴയുള്ള സമയത്ത് സുഖമായി കിടന്നുറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിന് ഒരു ടൂർ പോയ സമയത്തോ തിരിച്ചു വന്നു നോക്കുമ്പോൾ ഈ സാധനം ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളവ് പോവുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ്. തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ ആസ്ഥാനത്ത് നിന്ന് കളവ് പോയി. അതേപോലെ തന്നെ മറ്റൊരു കളവിൻ്റെ വാർത്ത. ഇങ്ങനെ ധാരാളം കളവിൻ്റെ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. പോലീസ് സ്റ്റേഷനാണെന്നുണ്ടെന്ന് കാര്യമൊന്നുമില്ല, ഇതിന് പ്രത്യേകം സെക്യൂരിറ്റി കൊടുത്തില്ലേ, സാധനം എന്താവും, അത് പോയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കളവിനെയും കൂടി മറികടന്നുകൊണ്ടും ഈ രീതിയിലുള്ള സയൻറ്റിഫിക്കായ പ്ലാന്റേഷൻ രീതിയിലും കൂടി നമ്മൾ ഇതിന് വേണ്ടി മുന്നിട്ട് വരുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഇത് പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും. ഇത്രയും വാല്യൂ ഡിമാൻഡുള്ള മരമാകുമ്പോൾ പലരും ചിന്തിച്ചു, ഞാനും ചിന്തിച്ചിരുന്നു ഇതിനെക്കുറിച്ച് കേട്ട സമയത്ത്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ സ്ഥലമുണ്ട്, എൻ്റെ തറവാട് ഭാഗ സ്ഥലമുണ്ട്, എൻ്റെ ഭാര്യ വീട്ടിലേക്ക് സ്ഥലമുണ്ട്, ഇവിടെയൊക്കെ തന്നെ ഇതിന് മാക്സിമം വെച്ച് പിടിപ്പിച്ചാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. സയൻറ്റിഫിക്കായി ചെയ്താൽ മതിയല്ലോ. പക്ഷേ അങ്ങനെ പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് ഇട്ട് നോക്കി. നമ്മളൊരു എസ്റ്റിമേറ്റ് ഇടണമല്ലോ, ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പരിചരണമാണ്. സ്വാഭാവികമായിട്ട് അതിനൊരു ഫാർമറെ നമുക്ക് വെക്കണം. പിന്നെ കിട്ടി പോയാൽ പോയി എന്നുള്ളത് വെക്കാം. ഞാൻ പറഞ്ഞത്. നമ്മൾ ശാസ്ത്രീയമായ രീതിയിലുള്ളൊരു പരിചരണമാണെങ്കിൽ ഒരു ഫാർമറെ വെച്ചു.
ഒന്നൊരു 1000 രൂപ എന്നൊരു കൂലി കൊടുക്കാണ്ട് ഒരാളെ കിട്ടില്ല. മാസം 25,000 രൂപ. സെക്യൂരിറ്റി ഗാർഡ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ എടുക്കും പോകാണ്ടിരിക്കാൻ പറ്റുമോ? ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? കള്ളന്മാർക്ക് കക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡിന് വെച്ചു മാസം 30,000 രൂപ. അപ്പോൾ ഒരു മാസം 55,000 രൂപ വെച്ച് 12 മാസം, ഒരു വർഷത്തിന് 6,60,000 രൂപ നമ്മളോട് മാറ്റി വെക്കാണ്. 15 കൊല്ലത്തെ പ്ലാന്റേഷൻ ആണെങ്കിൽ കൂടെയും ആദ്യത്തെ 5 കൊല്ലം നമ്മളൊന്നും ചെയ്യണില്ല, പോട്ടെ, ഞാൻ വളരുകയാണെങ്കിൽ വളരട്ടെ ചെന്നു ചെടിയേറ്റില്ലേ. അവസാനത്തെ 10 കൊല്ലം നമ്മൾ ഇതേ രീതിയിൽ കൊടുക്കുമ്പോൾ 6,60,000 രൂപ വെച്ചിട്ട് 10 കൊല്ലത്തിന് 66 ലക്ഷം രൂപ. ഈ 10 കൊല്ലം CCTV ക്യാമറ ഉൾപ്പെടെയുള്ള മറ്റ് സിസ്റ്റങ്ങളെ കൂടി വെച്ചു. ഏവറേജ് 67-70 ലക്ഷം രൂപ നമുക്ക് ഇനി 5 സെന്റോ 10 സെന്റോ 50 സെന്റോ എത്ര നമുക്ക് തീരുമാനിക്കാം. നമ്മൾ പ്ലോട്ട് എത്രയെന്നുള്ളത് ഇത് നമ്മൾ മുടക്കാൻ തയ്യാറാവുമോ? നമുക്ക് ലഭിക്കുന്നത് കോടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കിലോന് ഏവറേജ് 15,000 മുതൽ 30,000 വരെ ഉണ്ട്. ഓക്കെ, നമ്മൾ മുടക്കുമോ? ഏകദേശം ഒരു 10-70 ലക്ഷം രൂപ ഒരു 15 കൊല്ലത്തിന് വേണ്ടി. നമുക്ക് റിട്ടേൺസ് ലഭിക്കുന്നത് 15 കൊല്ലം കഴിഞ്ഞിട്ട്. എല്ലാ വർഷവും റിട്ടേൺസ് ലഭിക്കുന്ന കുരുമുളക് കൃഷിയും 6 മാസത്തെ റിട്ടേൺസ് ലഭിക്കുന്ന വാഴ കൃഷിയും മാസം മാസം റിട്ടേൺസ് ലഭിക്കുന്ന ഏലകൃഷി വരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ക്രിയാത്മകമായ രീതിയിൽ ഇവിടെ കേരളത്തിൽ നടപ്പാക്കാൻ നമുക്ക് കഴിയില്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലാന്റേഷൻ്റെ പലപ്പോഴുള്ള പരാജയം നമുക്കത് പൂർത്തീകരിക്കാനും നിലനിർത്തി കൊണ്ടുപോകാനും എന്താവില്ല, കഴിയില്ല. നമ്മളെ മൂഡ് മാറും, ലക്ഷ്യം മാറും, നമ്മൾ മറ്റെന്തിലും എൻഗേജ് ആവും. ആ സമയത്താണ് ആര് പോവുക? നമ്മളെ മുതൽ അങ്ങോട്ട് പോവുക. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണമെങ്കിൽ കാശിറക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തില്ലെങ്കിലോ ഈ പണിക്ക് നിൽക്കാതിരിക്കലാണ് നല്ലത്. കള്ളന്മാർക്ക് കട്ടുണ്ടാകാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെക്കണ്ടല്ലോ. അത് എന്തുതന്നെയാണെങ്കിലും, അത് നമ്മളുടെ സമ്പത്തായാലും ശരി, നമ്മളെ കുടുംബമായാലും ശരി, നമ്മളെ വാഹനമായാലും ശരി, നമ്മളെ കൃഷിയാണെങ്കിലും ശരി, നമ്മളത് ചെയ്യണുണ്ടോ? അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? നമുക്കാണ്. അതിന് സംരക്ഷണം കൊടുക്കാൻ നമുക്ക് കയറ്റണം. അതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് മാറ്റിവെച്ചുകൊണ്ടും കള്ളന്മാർക്ക് വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഒരു ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെ ഇത് നടപ്പാക്കലല്ലേ ബെറ്റർ എന്ന് ഞങ്ങൾ ചിന്തിച്ചത്. ഒരു ഗ്രൂപ്പ് സിസ്റ്റത്തിലൂടെ ആകുമ്പോൾ, ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, നമ്മളൊരു ദീർഘദൂര യാത്ര ചെയ്ത് അനുഭവമുള്ളവരും അതിനാഗ്രഹിക്കുന്നവരൊക്കെയാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. ആ ഒരു ഉദാഹരണത്തിലൂടെ ഇതിനൊന്ന് ചുരുക്കി സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് കൂടുതൽ ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് ഒരു യാത്ര, നമ്മൾ 10-45 ആൾക്കാരുണ്ട്. അതിൽ നിന്ന് 2-3 ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ ഒരു വണ്ടി ഇൻഡിവിജ്വലായിട്ട് റെൻ്റ് എടുത്ത് ഞങ്ങളോട് ഓടിച്ച് ഞങ്ങളെ സൗകര്യം പോലെ ഞങ്ങളുടെ എത്തിക്കോളാം. നമ്മൾ ബാക്കിയുള്ള 40-46 ആൾക്കാർ പറഞ്ഞത്, നമുക്കൊരു വോൾവോ ബസ് വാടക എടുത്ത് നമുക്ക് അവിടെ എത്താം. നിങ്ങളുടെ അനുഭവത്തിൽ ഏത് യാത്രയാണ് സൗകര്യപ്രദം? ഏത് യാത്രയാണ് സേഫ്റ്റി? ഏത് യാത്രയാണ് ചെലവ് ചുരുക്കം? ഏതാ? ഗ്രൂപ്പല്ലേ? ഏതാ യാത്ര കംഫർട്ട്? ഗ്രൂപ്പല്ലേ? ഇതേ മെത്തേഡാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഒറ്റയ്ക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വലിയ എക്സ്പെൻസ്. ഗ്രൂപ്പായി ചെയ്യുമ്പോൾ നമുക്ക് 15 കൊല്ലത്തെ സയൻറ്റിഫിക് ആയ പ്ലാന്റേഷൻ എക്സ്പെൻസ് നമുക്ക് കുറക്കാൻ പറ്റും. സെക്യൂരിറ്റി എക്സ്പെൻസ് നമുക്ക് വേണമെങ്കിൽ 2-3 കൊല്ലം സെക്യൂരിറ്റി കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ചെടി ആയിരിക്കുന്ന സമയത്ത് അത് അവർ എന്ത് ചെയ്യില്ല, അവരത് മുറിക്കില്ല. കള്ളന്മാർ പോലും മുറിക്കില്ല. അവർക്കും അറിയാം ഒരു 2-3 കൊല്ലം പ്രായമുള്ള തൈ കിട്ടിയിട്ട് ഉപകാരമില്ലാന്ന്. അപ്പോൾ ഒരു 3-4 വർഷത്തിന് ശേഷമാണ് നമുക്ക് സെക്യൂരിറ്റി കൊടുക്കണുള്ളൂ. അപ്പോൾ ഒരു 12 വർഷത്തെ സെക്യൂരിറ്റി എക്സ്പെൻസ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചുരുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഫാർമറും ഒരു സെക്യൂരിറ്റിക്കാരനും നമ്മളെ കോമ്പൗണ്ട് നോക്കാൻ വേണമെങ്കിൽ ഇതേ ആൾക്കാർ തന്നെ 2 ഫാർമറും 2-3 സെക്യൂരിറ്റിക്കാരും മതിയാവും. നമ്മളൊരു 10-40 ആൾക്കാർ കൂടി ഒരു 2-2.5-3 ഏക്കർ കൂടി ഒരു സ്ഥലം എടുത്തിട്ട് ഈ കൃഷി ചെയ്യുകയാണെങ്കിൽ എന്ത് തന്നെ മതി? ഒരാളെന്നുള്ളടുത്ത് 2 കൃഷിക്കാർ പോരെ. ഒരു 2.5 ഏക്കർ നോക്കാൻ ഡെയിലി നോക്കാനാണെങ്കിൽ 2 ആൾ പോരെ. ഒരു സെക്യൂരിറ്റി ആണെങ്കിലും. അപ്പം എന്തായി? പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ചെറിയ എമൗണ്ടിൽ, മനസ്സിലാക്കണം, ചെറിയ എമൗണ്ടിൽ നമുക്ക് ഈ കൃഷി പൂർത്തീകരിക്കാനും വലിയൊരു ഇൻകം റിട്ടേൺ നമുക്ക് കളക്ട് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായി കമ്പനി മുൻകൈ എടുത്തുകൊണ്ട് പാലക്കാട് ജില്ലയിലെ ഒരു മധ്യ കേരളത്തിൽ നിന്ന് തുടങ്ങാവുന്ന നിലക്ക് പാലക്കാട് ജില്ലയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലും കാലാവസ്ഥ ഇതിന് അനുകൂലമാണ്. തീരദേശ മേഖലയൊഴിച്ച് ഉപ്പുകാറ്റുള്ള സ്ഥലങ്ങളിലും തീരദേശ മേഖലയിൽ നിന്ന് നിശ്ചിത അകലത്തിലും നിശ്ചിത ഉയരത്തിലും ആയിരിക്കണം എന്നുള്ള ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിന് pH കറക്റ്റുള്ള ഇതിൻ്റെ കൃഷിക്ക് പറയുന്ന ചില നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ ഒരുവിധം എല്ലാ ജില്ലകളും ഓക്കെയാണ്. എന്നാൽ കൃഷിക്കും കേരളത്തിൻ്റെ നെല്ലറ എന്നും അറിയപ്പെട്ടിട്ടുള്ള
പാലക്കാട് ജില്ലയിൽ തന്നെ കേരളത്തിലെ മധ്യ കേരളം തിരഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിൽ നെല്ലായ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ രാജേഷിൻ്റെ കരങ്ങളാൽ ആദ്യ ചന്ദനമരം നട്ടുകൊണ്ട് ഞങ്ങൾ 2.5 ഏക്കർ ഭൂമി എടുത്ത് ഞങ്ങളവിടെ പ്ലാന്റേഷൻ ചെയ്തു. കഴിഞ്ഞ മാർച്ച് 7-നാണ് ഞങ്ങളവിടെ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ ഡ്രോൺ ഫോട്ടോസുകളാണ്. നിശ്ചിത അകലത്തിൽ നിശ്ചിത മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രൊജക്റ്റിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞു വരുന്നത്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വോൾവോ ബസ്സിൽ നിങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2.5 ഏക്കർ സ്ഥലത്തെ മുഴുവൻ 5 സെന്റ് പ്ലോട്ടുകളാക്കി നമ്മൾ എന്ത് ചെയ്യും, വേർതിരിക്കും. എല്ലാ പ്ലോട്ടുകളിലേക്കും 10 അടി വീതം വഴികൾ വെച്ചുകൊണ്ട് ആ 5 സെന്റ് നിങ്ങളുടെ പേരിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത് തരും. എന്തിനാണ് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണത്? സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിൽ നിന്ന് അതിൻ്റെ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ആവട്ടെ, ഇത് വിറ്റ് കിട്ടുന്ന എമൗണ്ടുകളാവട്ടെ, ആരാണോ ലാൻഡ് ഓണർ അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതുകൊണ്ട് ലാൻഡിൻ്റെ ഓണർഷിപ്പ് സാൻഡൽവുഡ് പ്ലാന്റേഷന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ 5 സെന്റ് സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരികയും 5 സെന്റിൽ 23 ചന്ദന മരങ്ങളാണ് എന്ത് ചെയ്യണത്, നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതും അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. നിശ്ചിത അകലങ്ങൾ പാലിച്ചു വരുമ്പോൾ ഏകദേശം സ്ഥലം വരുന്നത് വഴി ഒഴിച്ച് കൃത്യമായ 5 സെന്റ് ഉണ്ടായിരിക്കും. ഈ 5 സെന്റിൽ ഏവറേജ് 23 ചന്ദന മരങ്ങളാണ് നമുക്ക് നിശ്ചിത അകലം പാലിച്ചു കഴിഞ്ഞാൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുക. ഒരു പക്ഷേ ഭൂമിയുടെ കിടപ്പനുസരിച്ച് അത് 24 എണ്ണക്ക വരെ സാധിച്ചേക്കാം. എന്നാൽ കമ്പനി എല്ലാവരോടും പറയുന്നത് 23 ചന്ദന മരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു 5 സെന്റ് ഭൂമിയുടെ ഉടമസ്ഥത നിങ്ങളുടെ പേരിൽ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ പങ്കാളിത്തം ഇതിലേക്ക് ഉറപ്പുവരുത്തുന്നതും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നതും. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയൊരു കണക്കൊന്ന് അവതരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറയേണ്ടായി ഒരു 15 കൊല്ലം പഴക്കമുള്ള മരം ഏവറേജ് 200 കിലോ വെയിറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. ക്ലിയർ? അങ്ങനെ 200 കിലോ വെയിറ്റ് ഉണ്ട് എങ്കിൽ അതിൽ നിന്നുള്ള കാതൽ മാത്രം 10% 20 കിലോ ഉണ്ടാവും. വില ഏവറേജ് 20,000 രൂപ വെച്ച് കണക്കൂട്ടാണ്. 15,000 മുതൽ 30,000 വരെ ഏവറേജ് വെച്ച് കണക്കൂട്ടിയാൽ തന്നെ 4 ലക്ഷം രൂപ കാതലിനും മറ്റുള്ളവ 150 കിലോ ഉണ്ടാവും. 2,000 രൂപ വെച്ച് മറ്റുള്ളവർക്ക് കൂട്ടിയാൽ തന്നെയും 3,60,000 രൂപ. ചുരുക്കി പറഞ്ഞാൽ ഒരു മരം 15 കൊല്ലത്തെ മരം ആരുടെ കയ്യിലും വിൽക്കാനുണ്ടോ? 7.5 ലക്ഷത്തോളം രൂപ ഇപ്പോൾ നമുക്ക് കിട്ടും. വിൽക്കാനുണ്ടോ? ആരുടെ കയ്യിലുണ്ടോ? അല്ല തേക്കൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കും നമ്മൾ. റബ്ബർ ഉണ്ടാ കൊടുക്കാൻ? ഉണ്ട്. തേക്ക് ഉണ്ട്. മഹാഗണി ഉണ്ട്. ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ ഇത്രയും വിലയുള്ള ഒരു സാധനം അല്ലേ? 15 കൊല്ലം എത്തിയ റബ്ബർ കാർഡുകൾ എത്രയോ നമ്മുടെ കേരളത്തിലുണ്ട് അല്ലേ? 2002 മുതൽ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെയ്തോളാൻ. അന്നെങ്ങാനും ആ റബ്ബർ വെച്ചതിന് പകരം ഇതാണ് വെച്ചിരുന്നെങ്കിലാ കുറച്ച് കാശ് കൊണ്ട് മാറ്റി വെക്കാനും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ. പക്ഷെ തൽക്കാലം നമ്മളിങ്ങനെ നോക്കിയിരിക്കാനേ നിർവാഹമുള്ളൂ. ഇവിടെ നമുക്ക് കൊടുക്കാൻ നമ്മളെ കയ്യിലാരെങ്കിലും മരമില്ല. അവിടെയാണ് അടുത്തൊരു കണക്കും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. കമ്പനിയുടെ പ്രൊജക്റ്റ് നടപ്പാക്കുന്നത് 23 മരം വെച്ചിട്ടാണ്. ഒരു മരത്തിന് 7,60,000 രൂപ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 23 മരം. ഈ പ്രൊജക്റ്റ് തന്നെ നമുക്കും 15 കൊല്ലവും നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മളോട് ആരും പറഞ്ഞില്ല, നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ ഗവൺമെൻറ് പല വാർത്തകൾ അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളാരും ശ്രദ്ധിച്ചിരുന്നില്ല. ഈ പ്രൊജക്റ്റ് 15 കൊല്ലം മുമ്പാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.25 കോടി രൂപ നമുക്ക് ഇപ്പോൾ കിട്ടുമായിരുന്നു. അപേക്ഷിക്കണം കേട്ടോ. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ഇത് മരത്തിൻ്റെ കാര്യങ്ങളാണ്, നാച്ചുറലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2025 ഇപ്പോൾ നമ്മളെ കയ്യിൽ 23 മരം പോയി, ഒരു മരം പോലും ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? ചെയ്തു പോയിക്കൂടെ അല്ലേ? നമ്മളെ മുൻഗാമികൾ അല്ലെങ്കിൽ മുമ്പ് നമ്മളിത് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അവസരത്തെ, ഈ ഒരു അറിവിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് തുടങ്ങി വെച്ചൂടെ? അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, ഇനിയൊരു 15 കൊല്ലം വരെ ജീവിച്ചിരിക്കുന്നു, ഇപ്പോൾ എന്താ ഉറപ്പ്? ചില ആൾക്കാർ ചോദിക്കുന്ന ചില കാര്യങ്ങളാണ്. അവരോട് ഞാൻ തിരിച്ചു ചോദിക്കേ, 15 കൊല്ലത്തെ കാര്യം ഒന്നും കടക്കട്ടെ, നിങ്ങൾ നാളെ തന്നെ ജീവിച്ചിരിക്കുന്നു, ഇപ്പോൾ എന്താ ഉറപ്പുള്ളത്? ഈ ഒരു പ്രോഗ്രാം തന്നെ ഇവിടെ പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളത് എന്താ ഉറപ്പുള്ളത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം? ഭൂരിഭാഗം ആൾക്കാരും സാധാരണക്കാർ ഒരു മാനസികാവസ്ഥ, ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. അവസരങ്ങൾ വരുമ്പോൾ പോലും അവരതിനെ നോക്കിക്കാണുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലെ പൊതു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെച്ച വാഴ നാളെ കണ്ട് വെട്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനങ്ങോട്ട് സീൽ ചെയ്യണം. ഇന്ന് 1 ലക്ഷം രൂപ വെച്ചാൽ നാളെ അത് 1.5 ആവണം. ഇങ്ങനെ റോളിങ്ങിൻ്റെ സാമ്പത്തികമായ അച്ചടക്കമില്ലാത്ത ക്രയവിക്രയം എന്നാൽ ഒരു 10,000 രൂപ ആവോ?
ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു അഡീഷണൽ ആയിട്ടൊരു ക്യാഷ് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ ചോദിച്ചല്ലോ, ഒരാവശ്യം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാതെ, മറ്റുള്ളവരിൽ നിന്ന് ആവശ്യപ്പെടാതെ സ്വന്തം മണി കൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലും ഈ കേരളത്തിലും എത്ര പേരുണ്ട്. ഒന്നുകിൽ ബാങ്കിനെ സമീപിക്കേണ്ടി വരും, അല്ലെങ്കിൽ സുഹൃത്തിനെ സമീപിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുടുംബങ്ങളെ സമീപിക്കേണ്ടി വരും. ഇതൊന്നും ചെയ്യാതെ തൻ്റെ അധ്വാനത്തിൽ നിന്നും കൃത്യമായ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സാമ്പത്തിക സ്ട്രെങ്ത് കൃത്യമാക്കി വെച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ 100 ആളെടുത്തപ്പോൾ എനിക്ക് 2-3 ആൾക്കാരെയാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആ രീതിയിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മറ്റുള്ളവരെ പരിശോധിക്കാനായിട്ട് മുമ്പേ ആദ്യം ഇങ്ങോട്ട് നോക്കിയാൽ മതി, ഞാനിപ്പോൾ നിലവിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മുന്നിൽ ഒരു അവസരമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ തുടങ്ങി വെക്കുകയാണ്. പലരും നിരാശയുടെ വക്താക്കളാണ്. അവിടെയാണ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം, നാളെയാണ് ലോകാവസാനെങ്കിൽ പോലും ഇന്ന് നിനക്ക് ഒരു മരം നടാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ മരം നടണമെന്നാണ്, അല്ലേ? എത്ര നല്ല മഹത്വചനം. മരിക്കല്ല, ലോകം തന്നെ അവസാനിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന, തുടങ്ങി വെക്കാൻ പറ്റുന്ന കാര്യം, ആ പൊതു നന്മ പ്രകൃതിയോട് ചെയ്യുന്ന, വരും തലമുറയോട് ചെയ്യുന്ന, ഈ നാടിനോട് ചെയ്യുന്ന തികച്ചും പ്രകൃതിദത്തമായ ഒരു കൃഷി. അതിലൂടെ നമ്മളിനി ഹയാത്തിലുണ്ടെങ്കിലോ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ 2040 ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഈ പ്രൊജക്റ്റ് നമ്മുടെ തുടക്കം കുറിക്കുകയാണ്. 2040 ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലൊരു മരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞ ഒരാൾ പോലും പറയാൻ പാടില്ല ഇല്ല എന്നുള്ളത്. ഉണ്ട്, നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ എന്ത് വില നമുക്ക് അന്ന് കിട്ടും എന്നുള്ളത്. പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ 2040 ടാർഗറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് വില ലഭിക്കുമെന്നുള്ളത് ഇപ്പോൾ തന്നെ അറിയാനുള്ള പല സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ 2040 ഏകദേശം 15 കൊല്ലത്തിന് ശേഷം എന്ത് വില ലഭിക്കും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവിടെ കാണിച്ചു തന്നു. എത്രയാണ് ആ സ്ക്രീനിൽ കാണിക്കുന്നത്? 1 കിലോക്ക് ഇന്ന് 15,000 മുതൽ 20,000 വരെയുള്ള സാധനം 15 കൊല്ലം കഴിഞ്ഞാൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപയിലേക്ക് കുതിച്ചു പോകുമെന്ന് ഗൂഗിളും ചാറ്റ് GPT-യിലൂടെ അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഞങ്ങൾ കൊടുത്തപ്പോൾ ചാറ്റ് GPT-യും കൃത്യമായി പറയുന്നു ഏകദേശം എബോവ് 1 lakh. ഏത് സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാലും എബോവ് 1 lakh ആണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. എങ്കിൽ ഇത്രയധികം വാല്യൂ അന്ന് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, അന്ന് നമ്മളെ കയ്യിലൊരു മരം ഉണ്ടെങ്കിൽ എന്ത് വില ഉണ്ടാവും നമുക്ക് പരിശോധിക്കാമല്ലോ. അതോടൊപ്പം തന്നെ കമ്പനി കൃത്യമായ കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, നമുക്ക് നൽകുന്ന വിവരങ്ങളൊക്കെ തന്നെ സൈറ്റുകളിലൂടെ എബോവ് 1 lakh തന്നെയും 85,000 പെർ kgക്ക് 2040 ആകുമ്പോഴേക്കും ഉണ്ടാവുക തന്നെ ചെയ്യും, അതിൻ്റെ വാല്യൂ വർദ്ധിക്കുക തന്നെ ചെയ്യുന്ന കമ്പനി അവകാശപ്പെടുന്ന കാര്യമാണ്. ഈ 85,000 രൂപ വെച്ച് നമ്മൾ കണക്കൂട്ടിയാൽ തന്നെ 2040 നിങ്ങളുടെ കയ്യിലൊരു മരമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഒരു മരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് ലഭിക്കും ഏകദേശം 22 ലക്ഷം രൂപ. ക്ലിയർ? അത് 23 ചന്ദനമരമാണെങ്കിലോ ഏകദേശം അന്ന് നമുക്ക് ലഭിക്കും എത്ര? അപ്പോൾ 5 crore. ക്ലിയർ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഏകദേശം 5 കോടിയോളം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഞാൻ പറയുന്നത്. ഇത്ര നേരം പറഞ്ഞതെല്ലാം എൻ്റെയോ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കമ്പനിയുടെ അവകാശവാദങ്ങളല്ല. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച, നമ്മൾ അറിയാതെ പോയ നമ്മുടെ മുന്നിലുള്ള പ്രകൃതി നമുക്ക് നൽകിയ ഒരു അസറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ളത്. എങ്കിൽ നമ്മളിത് ചെയ്യണ്ടേ? ഇത്രയും നല്ല വാല്യൂബിളും ഡിമാൻഡുമുള്ള ഒരു സാധനം പ്രകൃതി നൽകുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണ്ടേ? ഓക്കെ, എങ്കിൽ അത് നിങ്ങൾക്ക് നടപ്പാക്കുക, നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുക എന്നുള്ള ഉദ്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം ആൾക്കാരും ഇതിനെക്കുറിച്ചൊരു അജ്ഞരാണ്, അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും ഇതിനെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ കൂടെയും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള റിസ്ക് ഏറ്റെടുക്കാനോ, ഇതിൽ വരുന്ന സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തികമായ മറ്റ് ചിലവുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ അറിവില്ലായ്മയൊക്കെ വെച്ച് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു ജനകീയമായി നമ്മുടെ നാടിൻ്റെ അസറ്റ് റിസോഴ്സ് ആയിട്ടുള്ള ഈ ഒരു മരം, നിങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്? കാരണം ആ നാടിനും ആ നാട്ടുകാർക്കും അവരുടെ കയ്യിൽ നിന്നുണ്ട്, പണമുണ്ട്.
അതുകൊണ്ടാണ് നമ്മളാണ്ട് പോയത്. ആ നാടിൻ്റെ കയ്യിലും പണമുണ്ട്, നാട്ടുകാരുടെ കയ്യിലും പണമുണ്ട്. അവരുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായത് അവിടുത്തെ നാച്ചുറൽ അസറ്റായിട്ടുള്ള എന്താണ് അത് അവിടെ ഉള്ളത്? ഈ അറേബ്യ രാജ്യങ്ങളിലൊക്കെ എണ്ണ ഇല്ല. ആ എണ്ണയെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ മുൻഗാമികൾ കണ്ടെത്തി അവരെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. സഹായികളെ വിളിച്ചു, സാധനം എടുത്തു, അവർക്കൊരു പങ്ക് അന്ന് മുതൽ കൊടുത്തു തുടങ്ങിയതാണ്. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതാ ദക്ഷിണാഫ്രിക്കയിലെ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പാവങ്ങൾക്ക് ഇന്നും കായുള്ളവനും കരുത്തുള്ളവനും വന്നിട്ട് എന്ത് ചെയ്യുന്നു? വന്നെടുക്കും. സ്വന്തം അസറ്റ് റിസോഴ്സുള്ള രാജ്യത്തിൻ്റെ ഓണർമാർക്ക് ചെറിയൊരു പങ്ക് കൊടുക്കും. ബാക്കി മുഴുവൻ അവിടെ കൊണ്ടുപോകും, അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മുടെ കയ്യിലുള്ള സാധനത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഞാൻ പറയുന്ന ഒരു പ്രധാന പോയിന്റ് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വ്യക്തി എന്ന നിലക്കും ഒരു സമൂഹം എന്ന നിലക്കും ഒരു നാടിൻ്റെ ഭരണകർത്താക്കൾ എന്ന നിലക്കും നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ചില വസ്തുതകളുണ്ട്. നമ്മളെ കയ്യിലുള്ളത്, നമ്മളെ കുടുംബമാവട്ടെ, സമ്പത്താവട്ടെ, എന്തോ ആവട്ടെ, അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുള്ളവരെന്താവും? അത് നമ്മളിൽ നിന്ന്, വ്യക്തിയിൽ നിന്ന്, നാട്ടിൽ നിന്ന്, രാജ്യത്ത് നിന്ന് എന്ത് ചെയ്യും? അടിച്ചുകൊണ്ട് പോകും. വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ആ അസറ്റിനെ കൃത്യമായ അറബികൾ ശരിക്ക് ഉപയോഗപ്പെടുത്തി എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് തന്നെ വിപ്ലവം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് എണ്ണ അങ്ങോട്ട് പരിവർത്തിക്കപ്പെട്ട് ലോകത്തിൻ്റെ നെറുകയിലേക്ക്, സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ആ രാജ്യം ഡെവലപ്പായത്. എന്നാൽ എണ്ണ എടുക്കും തോറും എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന നാച്ചുറൽ അസറ്റായിട്ടുള്ള വാല്യുബിൾ ആയുള്ള ഈ മരം എന്താ ഉണ്ടാവണത്? പ്രകൃതിയിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നട്ടുകൊണ്ടിരിക്കുന്നു, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയിലേക്ക് കൂടുതൽ കൂടുതൽ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നല്ലൊരു അവസരമായിട്ട് പോലും നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ ചിന്താ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസങ്ങളെ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, നമ്മൾ പഠിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ഇന്ന് പല വ്യക്തികൾക്കും ഞാൻ പറയാറുണ്ട്, സാധാരണക്കാരൻ ഇവിടെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാതിരിക്കാനുള്ള പല കാരണങ്ങളുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടോ? സമ്പന്നന്മാരെപ്പോഴും കമ്പന്നന്മാരായിട്ട് ഇങ്ങനെ പോകും. സാധാരണക്കാരെപ്പോഴും ഒരു ലെവലിലുള്ളോ, അവർക്കൊരു ലെവൽ വിട്ട് മേലേക്ക് പോകാൻ പറ്റാറില്ല. കാരണം എന്താ? നമ്മൾ പണിയെടുക്കണില്ലേ? ഇതിൽ ആരെങ്കിലും പണിയെടുക്കാത്തതുണ്ടോ? ജോലി ചെയ്യാത്തതുണ്ടോ? റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ വളരാത്തത്? നമ്മളെ പ്രശ്നം കാശുണ്ടാക്കാൻ ഹാർഡ് വർക്ക് മാത്രം പോരാ. എന്ത് വേണം? സ്മാർട്ട് വർക്ക് എന്നൊരു സാധനമുണ്ട്. സ്മാർട്ട് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്യണവരൊക്കെ കായ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പാടത്തും പറമ്പത്തും റോട്ടുമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ. ആ വെയിലൊക്കെ കൊണ്ടിട്ട് അവർ ജോലി കണ്ടു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ കഥ പറയും വേണ്ട. അകത്തൊന്നും ചൂട്, പുറത്തൊന്നും ചൂട് അല്ലേ? അവർ സാമ്പത്തികമായി ഡെവലപ്പ് ആവണ്ട. സാമ്പത്തികമായി ഡെവലപ്പ് ആവണമെങ്കിൽ ഹാർഡ് വർക്കിനേക്കാൾ ഉപരി എന്തുണ്ടാവണം? സ്മാർട്ട് വർക്ക്. സ്മാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? നമുക്ക് ഇതിൻ്റെ അകത്ത് യുക്തി ഉണ്ടാവണം. എന്തുണ്ടാവണം? അറിവുണ്ടാവണം. സാധാരണക്കാരൻ ഡെവലപ്പ് ആവാതിരിക്കാനുള്ള മെയിൻ കാരണം അവൻ എഡ്യൂക്കേഷൻ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അവൻ എന്റർടൈൻമെന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. റൈറ്റ്? നമ്മളെ കയ്യിലൊക്കെ മൊബൈലുണ്ട്. ലോകം വിരൽത്തുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ സാധനം നമ്മളെ കയ്യിലുണ്ട്. ആ സാധനം എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയാണോ എന്റർടൈൻമെന്റിന് വേണ്ടിയാണോ? കാശുള്ളവൻ എന്ത് ചെയ്യുന്നറിയോ? ഇതെങ്ങനെ മാക്സിമം ഈ പ്രോഗ്രാം പോലും ഇതൊക്കെ വെച്ചുള്ളത് എന്താണെന്നറിയോ? ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതെങ്ങനെ ഇനി എന്താക്കാം യൂട്ടിലൈസ് ചെയ്യും, എങ്ങനെ ഇതിനെ മാക്സിമം ക്യാഷ് ആക്കാം ചിന്തിക്കണം. അത് സ്മാർട്ടാണ്. അതിനേക്കാളും സ്മാർട്ടാണ് അത് ഉണ്ടാക്കിയവന്. നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റങ്ങളൊക്കെ തന്നെ ഇന്ന് ലോകത്തെല്ലാം സിസ്റ്റങ്ങളാണ്. വരാനിരിക്കുന്ന തലമുറ കുറേ ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടാവും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് റോബോട്ടിക് യുഗത്തിലേക്കാണ് വരാൻ പോണത്. പക്ഷെ ആ റോബോട്ടിനെ ഉണ്ടാക്കിയതാരാണ്? മനുഷ്യൻ്റെ മണ്ടയാണ്. ഈ മനുഷ്യൻ്റെ മണ്ടയെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ദുനിയാവിൽ പടച്ചവൻ വേറെ വെച്ചിട്ടില്ല. ക്ലിയർ? പക്ഷെ അത് ആർക്ക് തിരിച്ചറിയാൻ പറ്റണം? ഈ മണ്ടുള്ളവർക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഡെവലപ്മെന്റ് വന്നാലും അവൻ ചിന്തിക്കുക എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ കൊറോണ വന്ന് ഇനി ആർക്കും പണിയില്ല, അല്ലെങ്കിൽ മറ്റു ചില പുതിയ ആധുനിക സംവിധാനങ്ങൾ വന്ന് അപ്പോൾ എന്നാ പറയാണ്ടായി, ഇനി മുന്നേ കുറേ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും. കുറേ ബംഗാളികൾ നമ്മുടെ നാട്ടിൽ വന്നു, ഇനി നമ്മളെ കേരളക്കാർക്ക് ഇനി ജോലി ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് കാരണങ്ങൾ കണ്ടെത്തി മാറുന്നു നിൽക്കുന്നതിന് പകരം അതെങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഡെവലപ്പ് ആകാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ കാശ് ഉണ്ടാവാതിരിക്കാനും ഡെവലപ്പ് ആവാതിരിക്കാനുള്ള മാക്സിമം കാരണമുള്ള ഒരു കാരണമാണ് എന്ത്? അവൻ എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുക്കുന്നില്ല, എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവൻ എന്താണെന്നറിയോ അവനെ ചിന്തിക്കണത്? നമുക്കൊരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും എന്താവും? പകച്ചു നിൽക്കും.
എന്ത് കണ്ടാലും സ്കാമാണ്, തട്ടിപ്പാണ്, അല്ലെങ്കിൽ അതൊക്കെ ഞാനിവിടെ എത്ര കണ്ടിക്കണ് അല്ലേ. നമ്മളൊക്കെ പലത് എന്തൊക്കെ കണ്ടുപോണ്. തെറ്റേത് ശരി ഏതെന്ന് തിരിച്ചറിയാനുള്ള അവൻ്റെ ഒരു വിവേചന ബുദ്ധിയെ അവനെന്ത് ചെയ്യും, മറ്റുള്ളവരെന്താണ് പറഞ്ഞതെന്ന് നോക്കുക. നമ്മളെ ബുദ്ധി കൊണ്ട് ആ വിഷയത്തെ കേട്ടിട്ട് എന്താണ് ഞാൻ നിലപാടെടുക്കേണ്ടതിലുപരി മറ്റുള്ളവർ എന്തു പറയുന്നു നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ വരെ അല്ലേ. പല ആൾക്കാർക്കും നടക്കണ സമയം വ്യക്തി ജീവിതത്തിൽ തുടങ്ങി അവൻ്റെ കുടുംബ ജീവിതത്തിലും ജോലിയിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ നടക്കുന്നൊരു അപജയമാണ് സാധാരണക്കാരന്. സ്വന്തം കാര്യത്തിന് തീരുമാനം എടുക്കാൻ മറ്റുള്ളവൻ എന്തെങ്കിലും പറയണം, എന്തെങ്കിലും നമുക്ക് തീരുമാനം. ഇങ്ങനെ ധാരാളം കാരണങ്ങൾ മറ്റൊരവസരത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ശരിക്കും ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ഭാവിയിൽ ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ സാൻഡൽവുഡിനെ നമ്മൾ മനസ്സിലാക്കാതെ പോയ, ശ്രദ്ധിക്കാതെ പോയ, വർഷങ്ങളോളമായി നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ചെയ്യാതെ പോയിട്ടുള്ളതിനെ ഇവിടെ ഗവൺമെൻറ് നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രൊജക്റ്റിനെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടി നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് നടപ്പാക്കുന്നതിന് വേണ്ടി ഈ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത്.